പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെവർ ഐ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, ലൈക്ക് ചെയ്യണമെന്ന്, ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കാം. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ലിയോ ടോൾസ്റ്റോയുടെ ഒരു വചനമാണ്. എവരി വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ദ വേൾഡ്, നോ വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ഹിംസെൽഫ്. എല്ലാവരും ലോകത്തെ നന്നാക്കാൻ നടക്കുന്നു, ആരും സ്വയം നന്നാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ഈ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് ചുറ്റും നിരീക്ഷിച്ചൊക്കെ കാണാൻ സാധിക്കും. ആൾക്കാരൊക്കെ എല്ലാവരും വിവിധ വേഷങ്ങൾ കെട്ടി പലവിധ നോട്ടീസുമായി നടക്കുന്നുണ്ട്, റെസീറ്റ് ബുക്കുമായി നടക്കുന്നുണ്ട്, വിവിധതരം വേഷം കെട്ടി നടക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ ലോകത്തെ നന്നാക്കുക, ഈ ലോകത്തെ സ്വന്തം ആശയത്തിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ലോകത്തെ രക്ഷപ്പെടുത്തുക. രാജ്യങ്ങളും അത് തന്നെ. മറ്റു രാജ്യക്കാരെ പല ശത്രുക്കളെ കാണുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അല്ല അതേപോലുള്ള രാജ്യങ്ങൾക്ക് ഇറാന്റെ നാശ സ്വപ്നം കാണുന്നു. ഇറാൻ അതേപോലെ യൂറോപ്യൻ നാടുകളുടെ നാശ സ്വപ്നം കാണുന്നു. ഉക്രൈൻ റഷ്യയുടെ നാശ സ്വപ്നം കാണുന്നു. റഷ്യ ഉക്രൈന്റെ ഉക്രൈന്റെ നാശ സ്വപ്നം കാണുന്നു. ചൈന ഇന്ത്യയുടെ നാശ സ്വപ്നം കാണുന്നു. ഇന്ത്യ നേരെ തിരിച്ചുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഇന്ത്യയുടെ നാശത്തെ സ്വപ്നം കാണുന്നു. ഇന്ത്യ തിരിച്ചതേപോലെ കരുതുന്നുണ്ടാവും. അങ്ങനെ ഓരോ രാജ്യങ്ങളും തങ്ങളുടെ നിലനിൽപ്പിന് മറ്റു രാജ്യങ്ങൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു, തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഓരോ രാജ്യങ്ങളെടുത്താൽ ചിന്തിക്കാൻ സാധിക്കും. അതേപോലെ മനുഷ്യരുടെ വിവിധ സംഘടനകൾ എടുത്താലും വേറെ അവരുടേതല്ലാത്ത ആശയമുള്ളവർ നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ ലോകം നന്നാണെന്ന് വിചാരിക്കുന്നു. അവരുടേതായ ആശയം വന്നാലും അവർ പരസ്പരം ഏറ്റുമുട്ടി ഭരിക്കുന്നു. റഷ്യയിൽ തന്നെ വിപ്ലവം ഉണ്ടായ സമയത്ത് 3 കോടിയോളം ആൾക്കാരെ കൊന്നൊടുക്കി. അവസാനം അവിടുത്തെ ജനങ്ങൾ അവരെ ഓടിച്ചു വിട്ടു. ഒരേ ആശയം വന്നാൽ അതിൽ തന്നെ 2-3 ഗ്രൂപ്പായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടി ഭരിക്കണം. എല്ലാവരുടെയും ഉദ്ദേശം ഈ ലോകത്ത് നന്നാക്കുക, അല്ലെ അവരുടെ രാജ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. ഒന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഒരേ ആശയം വന്നാൽ പോലും അതിൽ തന്നെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടും. ഒരേ രാജ്യത്തിനുള്ളിൽ തന്നെ ഒരേ ആശയമാണെങ്കിൽ പോലും ഈ ആൾക്കാരെല്ലാം പറയുന്ന പോലെ ഒരേ ആശയത്തിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ സമാധാനവും സംതൃപ്തിയും സമ്പൽ സമൃദ്ധിയൊക്കെ കുമിഞ്ഞു കൂടുന്നു പറയുന്നത് വെറുതെ വൃഥാവിലാണ്. അവർ തന്നെ പരസ്പരം ഏറ്റുമുട്ടി മരിക്കും. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അല്ലെ വിദേശ ശക്തികളൊക്കെ വരുന്ന സമയത്ത് 555ഓളം നാട്ടുരാജ്യങ്ങളായി പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു, വെട്ടി തല കീറുകയായിരുന്നു പരസ്പരം. ഒരേ ആശയമുള്ള ആൾക്കാരിന് 555ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു. ഒരേ ആശയമുള്ള ആൾക്കാർ പരസ്പരം വെട്ടി തല കീറി, ഞാൻ ചക്രവർത്തിയാണ്, ഞാൻ രാജാവാണ്, ഞാൻ സാമ്രാട്ടാണ്, ഓരോ പേരുകൾ കൊടുത്തിട്ട് സ്വയം ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് മറ്റു രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്ത് പരസ്പരം. അതാണ് ഇന്ത്യയുടെ ചരിത്രം. ലോകത്തിന്റെ ചരിത്രം അതന്നെ. പരസ്പരം ഏറ്റുമുട്ടി സ്വന്തം മേധാവിത്വം, സ്വന്തം ആശയമാണ് ശരിയെന്ന് സ്ഥാപിക്കുക, അല്ലെങ്കിൽ സ്വന്തം മേധാവിത്വം സ്ഥാപിക്കുക, ഇതൊക്കെ തന്നെ നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
ഈ ലോകത്തെ നന്നാക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യം. അതിനേക്കാൾ ഏറ്റവും നല്ല എളുപ്പം പട്ടിയുടെ കാല് നൂർത്തുക. അത് ചിലപ്പോൾ എണ്ണയിട്ട് ചിലപ്പോൾ നൂർത്താൻ പറ്റിയെന്ന് വരും. ഒരിക്കലും സാധിക്കാത്ത കാര്യം. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ലോകത്തുള്ളൂ, നമ്മളെ നന്നാക്കുക. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നമ്മളെ നന്നാക്കണം. എല്ലാവരും നമ്മളെ നന്നാക്കുക പറഞ്ഞാല് നമ്മൾ ആരോഗ്യം നന്നാക്കണം. ആദ്യം പരിപൂർണ്ണ ആരോഗ്യം കൈവരിക്കണം. അതിന് വേണ്ട എന്തൊക്കെയാ ചെയ്യേണ്ടത് ചെയ്യണം. പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കണം. അമിതമായ ആഹാരം കഴിക്കരുത്. മാനസിക ആരോഗ്യം നിലനിർത്തണം. വൈകാരികമായ ആരോഗ്യം നിലനിർത്തണം. അതേപോലെ തന്നെ അറിവ് ആർജിക്കണം. അറിവ് ആർജിച്ചില്ലെങ്കിൽ വെറും ആരോഗ്യം മാത്രമാണെങ്കിൽ വലിയ ആരോഗ്യമുള്ള രാക്ഷസനായി മാറും. നമ്മുടെ ശ്വാസകോശത്തെ ആക്ടിവേഷൻ നടത്തണം. അതിൽ 70 ജോഡിയുള്ള അറകളുണ്ട്. അതിൽ 20 ജോഡി അറകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതിന് ശ്വസന വ്യായാമങ്ങൾ, ശ്വസന കഴിവുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആക്ടിവേഷൻ നടത്തണം. നന്നായി ഡ്രസ് ചെയ്യണം, രാജാവിനെ പോലെ. തലമുടിയൊക്കെ ഡൈ ചെയ്ത് പല്ലൊക്കെ വെച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായി നടക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാണ്. മറ്റുള്ളവർ നമുക്ക് ആശ്രയമായിട്ട് സ്ഥിതി വരുത്തരുത്. അതിന് ആരോഗ്യം പെർഫെക്റ്റ് ആയി നിലനിർത്തണം. നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൃതശരീരത്തിൽ തുല്യമായി മാറും. അടുത്തത്, അല്ലാതെ എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കണം. എപ്പോഴും ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആത്മാവായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. അഹമാത്മാ ഗുഡാകേശ എന്ന് പറയുന്ന ആ ശ്ലോകം അതാണ് പറയുന്നത്. നമ്മളെ നന്നാക്കണം. അതുപോലെ നമ്മൾ ധനം ആർജിക്കണം. ധനത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട സ്ഥിതി വരുത്തരുത്. അതിന് നമ്മൾ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച് അത് ജീവിതത്തിൽ നടപ്പിലാക്കണം. ഒരിക്കലും പിച്ചക്കാരൻ ആവരുത്. സ്വത്ത് കൈവശം വെച്ച് പിച്ചയ്ക്ക് പോവുക, കക്കൂസ് കഴുകാൻ പോവുക, പിന്നെ സ്വത്ത് കയ്യിലുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന രീതിയിലാക്കണം. നമുക്ക് മാസ ചെലവിന് ഒരു എമൗണ്ട് നമ്മൾ എത്ര വേണ്ട പറഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ടിൽ പലിശയായിട്ട് എത്തണം. അല്ലാണ്ട് ഡെഡ് സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, മരിച്ച സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. ആ സമ്പത്ത് നമ്മളുടെ ഓരോ മാസവും ഇൻട്രസ്റ്റ് ആയി നമ്മൾ അക്കൗണ്ടിൽ എത്തണം. അതിന് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെലവഴിച്ച് ബാക്കി റീഇൻവെസ്റ്റ് ചെയ്യണം. അനന്തര തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനന്തര തലമുറക്ക്, മക്കൾക്കും പേരക്കുട്ടികൾക്കും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഏത് പരിസ്ഥിതിയും ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കുക, നല്ല ദൈവഭക്തരാക്കി മാറ്റുക. കണ്ടില്ലേ ഇപ്പോൾ പുതിയ തലമുറക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് സ്വത്തിന്റെ പേരിൽ അച്ഛനും അമ്മയും വരെ തല്ലി അടിച്ചു കൊല്ലണം. ഇല്ലേ? വാല്യൂസ് ഉള്ള മക്കളാക്കി മാറ്റുക. സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, മാന, അപമാനം, ഇതിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളത് പഠിപ്പിക്കുക. ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 99% പൊട്ടത്തരങ്ങളാണ്, വിഡ്ഢിത്തരങ്ങളാണ്. A+B² A² + 2AB + B². ഇന്ന് ഇന്ത്യയിൽ ആത്മഹത്യയിലെ റേറ്റിൽ 2ാം സ്ഥാനത്താണ് കേരളം. ലിറ്റ്മസ് പേപ്പർ വെള്ളത്തിലിട്ടാല് നീല നിറാവും. എന്തൊക്കെയോ മനുഷ്യന് വേണ്ടാത്ത കാര്യങ്ങൾ പഠിച്ചു കയറ്റുന്നു. ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അങ്ങനെ പരിഹരിക്കണം, പഠിപ്പിക്കുന്നില്ല. ലാഭം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, നഷ്ടം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, മാനവം ആരെയും അവമാനിച്ചാൽ എന്ത് ചെയ്യണം, വെള്ളപ്പൊക്കം വരുമ്പോൾ എന്ത് ചെയ്യണം, വരൾച്ച വരുമ്പോൾ എന്ത് ചെയ്യണം, ഉയർച്ച താഴ്ച വരുമ്പോൾ എന്ത് ചെയ്യണം, ജീവിതത്തിന്റെ വ്യത്യസ്ത പരിസ്ഥിതികളുമായി അങ്ങനെ നേരിടണം, പഠിപ്പിക്കുന്നില്ല. പൊട്ടത്തരങ്ങളുടെ കൂമ്പാരം പഠിക്കണം. ലിറ്റ്മസ് പേപ്പർ വെള്ളത്തിട്ട നീല നിറമാവുകയും പച്ച നിറം എന്തോ ആവുമെന്ന് പറയും, പഠിപ്പിക്കും.
A+B ഹോൾ സ്ക്വയർഡ്. അതല്ല നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് അതൊക്കെ പഠിച്ചിട്ടാണ് കുട്ടി കേരള 2ാം സ്ഥാനത്തെത്തി ആത്മഹത്യയുടെ നിരക്കിൽ. കുട്ടികൾക്ക് അറിയില്ല ഒരു പരിസ്ഥിതി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ നമ്മുടെ മക്കളെ ശക്തരായി സ്ട്രോങ് ആയി വളർത്തണം. ഏത് പരിസ്ഥിതിയും നേരിടാൻ അവർക്ക് കഴിയണം. കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ച് അതേപോലെ വിഡ്ഢിത്തരങ്ങളല്ല ചെയ്യേണ്ടത്. വസ്തു വാങ്ങിച്ചിട്ട് ജീവിതം അസ്തമാക്കരുത്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ശക്തരാക്കി മാറ്റുക. അവർക്ക് വേണ്ടത് അവർ ഉണ്ടാക്കിക്കോളും. അല്ലെങ്കിൽ ഇവിടെ പല സ്ഥലത്തും അന്നദാനം നടക്കുന്നുണ്ട്, അവിടെ പോയി കഴിച്ചു വളരട്ടെ. അമ്പലങ്ങളിലൊക്കെ അന്നദാനങ്ങളുണ്ട്. നമ്മളെ സാമ്പത്തികമായിട്ട് അറിവാർജിക്കണം. നമ്മളെ നന്നാക്കാൻ വേണ്ടത്. അല്ലാണ്ട് ലോകത്തെ നന്നാക്കാൻ നടക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് കാണുന്ന ഉദരനിമിത്തം ബഹിർദ വശം എന്നുള്ള സ്വന്തം ഉദരം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആമാശയപൂരണത്തിനായി ആശയം പറയുക. അതാണ് നടന്നത്. അതിന് നമ്മൾ റിയലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അവർ നമ്മളെ നന്നാക്കാൻ വന്ന ആൾക്കാരെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും നമ്മുടെ രാജ്യത്തിനും വല്ല അധോഗതിയായിരിക്കും ഫലം. ഫസ്റ്റ് നന്നാക്കേണ്ടത് നമ്മളെ. അതുകൊണ്ടാണ് ടോൾസ്റ്റോയ് പറഞ്ഞത്, എവരിവൺ തിങ്ക്സ് ഓഫ് ചേഞ്ചിങ് ദ വേൾഡ്. എല്ലാവരും ലോകത്ത് നന്നാക്കാൻ നടക്കുന്നു, ആരും സ്വയം നന്നാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഭഗവാൻ പറഞ്ഞത് അതാണ്, നമ്മളെ നന്നാക്കും. ഉദ്ധരേതാത്മനാത്മാനം, എല്ലാ തരത്തിലും ശക്തരാക്കും. നമ്മള് ഉദ്ധരേത് ആത്മാവ് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ആള് നമ്മൾ തന്നെയാണ്. നമ്മളെ നന്നാക്കണം. ഈ ഒരു കാര്യം എപ്പോഴും പരിശ്രമം വേണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എ ലോട്ട്.